ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഇന്നാണെങ്കിൽ ഒന്ന് പുറത്ത് വരെ പോവുകയാണ്. നമ്മുടെ മുത്തിന്റെ ആണെങ്കിൽ ഫോൺ കേടായി ഗൈസ്. അപ്പം മുത്താണെങ്കിൽ ഇവിടുന്ന് MG റോഡ് വരെ പോകണം. 1 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പം മുത്ത് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനും ചക്കു ആണെങ്കിൽ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കത്തില്ലേ. അപ്പം ഞങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും ഞങ്ങൾ മുത്ത് ആണെങ്കിൽ ഞങ്ങൾ വരുവാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മോന്ത വീർത്തിരിക്കുക. ഒറ്റയ്ക്ക് പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളും ഫുൾ പാക്കായി ഞങ്ങളും പോവുകയാണ് ഗൈസ്. ഞങ്ങൾ OnePlusന്റെ ഓഫീസിൽ വന്നേക്കുകയാണ്. അവിടെ ആണെങ്കിൽ മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ചക്കുപ്പി അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മുത്ത് കൊണ്ട് അവിടെ നിൽക്കുന്നു. എൻ്റെ ഫോണിനകത്ത് ഒരു ഗ്രീൻ ലൈൻ വന്നു. ഞാനത് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് OnePlusന്റെ ഷോറൂം. അമ്മൂസ് കണ്ട് ബോറടിച്ചിരിക്കുന്നു. അമ്മൂസിൻ്റെ ഫോണിനകത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുക. ഇത്ര നേരം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ. ഇതാണ് ഇവിടുത്തെ OnePlusന്റെ ഷോറൂം, അല്ല സർവീസ് സെൻ്റർ വൈസ്. കിട്ടിയ സമയത്ത് ചക്കുപ്പി ഇവിടെ മുതലായിക്കൊണ്ടിരിക്കുക. ഞാൻ ചെറിയ ഫോണുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നോക്കിയയുടെ പഴയ സെറ്റ്. അപ്പം അതിനകത്ത് ആശൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഫോൺ മറ്റേ ടച്ച് സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് ആശൻ ഇങ്ങനത്തെ കാണുന്നു. എണി ബമ്പും കാണും. ചക്കുവിന് ബോറടിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി എന്തൊരു ചിരി. ഗൈസ്, ഞങ്ങൾ അങ്ങനെ MG റോഡിൽ കൂടെ ഒക്കെ നടക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ മാലകളും ലോക്കറ്റും ഇങ്ങനെ അവരുണ്ടാക്കി കൊടുക്കത്തില്ലേ, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര കോസ്റ്റ്ലിയാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ എല്ലാം നല്ല രസം കാണാൻ വേണ്ടി. ഇപ്പം ഇത് നട്ടുച്ച ആയതുകൊണ്ട് വലിയ രസമില്ല. മുത്തും ചക്കും ഞാനും കൂടി ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല. കടകളും അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ നടക്കാന്നേ ഉള്ളൂ. ഫോൺ ശരിയാക്കി കിട്ടി ഗൈസ്. ഫോൺ ആണെങ്കിൽ 1 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഫോൺ ശരിയാക്കി കിട്ടി. ഇവിടെ എന്തോ ഫാൻസി സ്റ്റോറുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ തനിച്ചാക്കിയിട്ട് ഇവര് പോയി ഗൈസ്. നോക്ക്, ഞങ്ങള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒന്നും കഴിച്ചില്ല. പക്ഷെ 2:30 എങ്ങാണ്ടായി. ഇനി അവിടുന്ന് പോകുന്ന വഴിക്ക് ഇനി എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് ഓരോ ചെറുക്കന്മാരുടെ കൂട്ടത്തിലും ഓരോ പെൺപിള്ളേർ കാണും. അങ്ങനെയാണ് ഇവിടെ. പെൺപിള്ളേർ ഒറ്റയ്ക്കൊന്നും പോകുന്ന കാണുന്നില്ല. മുത്തിന്റെ കൂട്ടത്തിൽ അത് മുത്തിന് വിഷമം. മുത്തിന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണില്ലെന്ന്. ഞാനിവിടെ തുണിക്കട. മുത്തി തുണിയൊന്ന് നോക്കിയാലോ. ഇവിടെ ബാഗിന്റെ ഒക്കെ കടകൾ. ഞങ്ങൾ ഒന്നും ഇപ്പം നോക്കുന്നില്ല ഗൈസ്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നില്ല. ഇതാണ് MG റോഡ് എന്ന് പറയുന്നത്. ഇത് ചർച്ച് റോഡാണോടാ? ഇത് ചർച്ച് റോഡ്. പക്ഷേ ഇതൊരു ബാറാണ് ഗൈസ്. ഇതൊരു ബാറാണ്, കണ്ടോ. ഇവിടെ മേളിലും ഒരെണ്ണമുണ്ട്. അത് റെസ്റ്റോറൻ്റ് ആയിരുന്നു ആദ്യം ഞാൻ കാണിച്ചേ. ഇത് ബാറ്. ഫുഡ് കടയൊക്കെയാണ്. വേറെ ഒന്നുമില്ല. ഇപ്പം കുറേ ആൾക്കാരുണ്ട് കാണാൻ. മലയാളീസ് ഒക്കെയാണ് ഗൈസ് ഇപ്പൊ പോയ പെൺപിള്ളേര്. ഇതിൻ്റെ അകത്ത് എന്തുവാടാ? ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്. പക്ഷേ ഇതാണെങ്കിൽ കുഞ്ഞതാണെങ്കിലും ഉണ്ടല്ലോ നല്ല റേറ്റ് ആയിരിക്കും ഓരോ സാധനങ്ങൾക്കും. ഞങ്ങൾ അങ്ങനെ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. അവിടെ ഒരു റോളിന്റെ കട കണ്ട് അവിടെ കയറി ഓരോ റോള് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കുവാണ്. ഇതൊക്കെ എന്താണ്ട് ഉണ്ട് കേട്ടോ. മുത്ത് നമുക്ക് ഇത് കഴിച്ചാലോ? സ്ട്രോബെറിക്കകത്ത് ചോക്ലേറ്റ് ഇട്ട് എല്ലാവരും കഴിക്കുന്നത്. ചോക്ലേറ്റ് ഡിലൈറ്റ്. ഇത് എല്ലാരും ഇപ്പൊ ഫേമസ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ പേരെന്തുവാന്നറിയില്ല ഗൈസ്. അവിടെ അങ്ങനെ ചോക്കോബെറീസോ അതിന്റെ പേരെന്താന്ന് അറിയത്തില്ല. നമ്മുടെ സ്ട്രോബെറിക്കകത്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നേ അതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നില്ല. നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ അത് ഭയങ്കര വൈറലായിട്ട് കണ്ടില്ലായിരുന്നു എല്ലാവരും അത് കഴിക്കുന്നേ. 3-4 സ്ട്രോബെറി ഇട്ട് ചോക്ലേറ്റ് ഒഴിച്ച് തരുന്നതിന് എത്രയാണ്? 190 രൂപ. പിന്നെ അയ്യോ, മുത്തും ചക്കും പുറകിലായി പോയെന്ന് തോന്നുന്നു. ഞാൻ തന്നെ മുന്നിലായി. എവിടെ? ചുമ്മാ ആ ചെണ്ടയ്ക്ക് 300 രൂപ.
പക്ഷെ അയാൾ കുറച്ച് തരും. 250 വേണോ നിങ്ങൾ എത്ര രൂപയ്ക്ക് വേണോന്ന് എന്നോട് ചോദിക്കുക. ചുമ്മാ ചോദിച്ചാ എത്ര ആണെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുക്കലോട്ട് വന്നു വേണോന്ന് ചോദിച്ചു. ചക്കുനെ കണ്ടു. അതുകൊണ്ട് നിനക്ക് വരാൻ മേലായിരുന്നോ? ഏത് ബാഗ്? എനിക്കോ ഈടാ നിങ്ങൾ നൈസായിട്ട് എന്നെ മൈൻഡ് ആക്കണം. ഇതെന്തോടാ ബൗളിംഗ് ഗെയിംസോ എന്തോടാ ഇത്? കമ്മലുകളൊക്കെ ഉണ്ട് ഗൈസ്. ഉണ്ട് ഈ ഇരിക്കുന്നവനാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാത്തത് കൊണ്ട് ഞാൻ നോക്കുന്നില്ല. ഇവിടെ കണ്ടോ ബ്രേസ്ലെറ്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ചെയിനും ബ്രേസ്ലെറ്റും ആ ലോക്കറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവരത് വെച്ചിട്ട് ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കി തരും. ഞാൻ ഇന്നാളിലൊരെണ്ണം വാങ്ങിച്ചായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഒരു കയ്യിലിടുന്നതും ഒരു മാലയും. പക്ഷേ ഞാൻ അത് ഇടാറില്ല. വാങ്ങിച്ച് വീട്ടിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനിനി വാങ്ങിക്കുന്നില്ല വിചാരിച്ചു. പിന്നെന്താണ്, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്ന് തലവേദന എടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ പൂവും കൊണ്ട് ഓരോ കൊച്ചു പിള്ളേർ പൂവും കൊണ്ട് നടക്കുന്നുണ്ടോ. ഞങ്ങള് അയ്യോ മുത്തും ചക്കും ഗൈസ് നോക്ക്. എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവർ തന്നെ നൈസായിട്ട് നടക്കുക. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ രാത്രി വരാനാണ് ഗൈസ് നല്ല രസം. ലൈറ്റും എല്ലാം കാണാൻ വേണ്ടി രാത്രിയിലാണ് നല്ല രസം. അന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നല്ല രസമല്ലായിരുന്നോ? ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ നല്ല രസമായിട്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കാല് കുത്താൻ പറ്റത്തില്ല. അത് കൂട്ട ആൾക്കാരായിരിക്കും. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പച്ചുബോബ ജ്യൂസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് റോളിൻ്റെ ഒക്കെ ഒരു കട കണ്ട്. ഞങ്ങൾ അവിടോട്ട് എന്നാൽ റോള് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പോയി നോക്കാം എത്രയാന്ന്. ഇവിടെ കുറേ റോൾസ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഏതെങ്കിലും റോൾ ഇപ്പോൾ വാങ്ങിക്കണം. അവരുണ്ടാക്കുന്നുണ്ടോ? എന്ത് വേണ്ടേ? ചക്കൂനും കൂടെ. ഇത് സ്പൈസി അല്ലല്ലോ, അപ്പൊ അവൻ കഴിച്ചോളുമായിരിക്കും. അവരുണ്ടാക്കുന്ന കണ്ടോ ഗൈസ്. കഴിക്കണം. It's like they don't it's just like Mark and Colin don't sort of apply to the Saints. ചക്കപ്പി. Mostly shopping, right? We don't really see anything else. Bed poison. I don't know where my pants are from. That's one that's like Louis bed poison. നമ്മളങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ കൂടെ തിരിച്ചു പോകണം ഗൈസ്. നീ എൻ്റെ വണ്ടി പോയി എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫോണിൻ്റെ ചാർജർ മേടിക്കണം. അടിച്ചു പോയി. ഭയങ്കര കട്ട ബ്ലോക്ക് ഗൈസ്. നല്ല ബ്ലോക്കാണ് ഗൈസ്. ഞങ്ങൾക്ക് ഇനി ഈ വഴി വേണം തിരിച്ചു പോകാൻ. നമ്മൾ മുമ്പേ വന്നത് ആ താഴത്തെ വഴി കൂടെ ആയിരുന്നേ. ഇനി ഇതിലെ ഫുള്ള് നമുക്ക് താഴെ പോകണം. നമ്മൾ അന്ന് ക്രിസ്മസിന് വന്നതല്ലേ ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ വർഷം ഇതുവരെ ഫോൺ ശരിയാക്കാൻ ആദ്യം വന്നത്. എന്താ ഇതുണ്ടോ നമ്മുടെ അനങ്ങാൻ നിൽക്കുന്ന മനുഷ്യൻ. പിന്നെ ചിരിപ്പിച്ച പൈസ കിട്ടും. ചക്കപ്പ ഇപ്പോഴേ കറങ്ങി നടക്കും ഇതില്. ഭയങ്കര കട്ട ബ്ലോക്ക് ആയില്ല. OnePlusന്റെ ഷോറൂം ഇവിടെ താഴെ കണ്ടല്ലോ. ആ അല്ല, അത് സർവീസ് സെന്റർ. ഷോറൂം താഴെയുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. ഇതിനകത്തൊക്കെ ഷോപ്പിംഗ് സെന്റർ.
ഇവിടെ മലയാളിയുടെ കടയുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് മലയാളിയുടെ കടയായിരുന്നു, പക്ഷേ അത് റോളായിരുന്നു. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലെ കടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ പരിപ്പോടെല്ലാം കഴിച്ചാൽ തരുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി OnePlusന്റെ ഷോറൂമിലെത്തി ഗൈസ്. OnePlusന്റെ മുട്ടെന്നൊരു ഷോറൂം ആട്ടോ ഇത്, കാണുന്നില്ല OnePlus. ഇവിടെ ഒരു ലൈബ്രറി സെക്ഷൻ ഉണ്ട് ഗൈസ്. OnePlusന്റെ ഷോറൂം ഇപ്പുറത്തെ സൈഡിലാണ്, ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര വന്നപ്പോൾ നമ്മുടെ ദുബായ് മാളിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടല്ലേ, ഇച്ചിരി ഡീസൻ്റ് ആയിട്ട് കൊടുത്തത്. ഇതെല്ലാം ബുക്ക് മേടിക്കുന്നതാണ് ഗൈസ്. ഞങ്ങൾ OnePlusന്റെ ഷോറൂമിൽ പോയതാണ് ഗൈസ്, പക്ഷേ ഒന്നും നടന്നില്ല. മുടിഞ്ഞ റേറ്റ്. ഒരു അഡാപ്റ്ററിന് 3000 രൂപയും ചാർജിൻ്റെ കേബിളിനാണെങ്കിൽ 1500 രൂപ. മൊത്തം കൂടെ 4500, 5000 രൂപ എടുത്താവും. അതുകൊണ്ട് വലിയൊരു ഫ്ലാഗ് കണ്ടു ഇന്ത്യയുടെ. ഇതാണ് ഇവിടുത്തെ ചർച്ച് സ്ട്രീറ്റ്. ഇതാണ് ഇവിടുത്തെ OnePlusന്റെ ഷോറൂം ഉണ്ട്. OnePlus. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു നൈസ് ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്, പക്ഷേ മഴ തന്നെയില്ല കേട്ടോ. മണ്ടയ്ക്ക് ഫുള്ള് കവറിങ്ങൊക്കെ ഉള്ളതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചർച്ച സിറ്റിയിൽ നിന്ന് ഇവിടെ പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകണം ഗൈസ്. വണ്ടി ഈ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് അപ്പുറത്ത് കൊണ്ടുവരും. വണ്ടി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് അറ്റത്തൊരു കടയ്ക്കകത്ത് പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇനി അവിടം വരെ നടന്നു പോകണം. എല്ലാം കുറേ ഫുഡിൻ്റെ കടയാണ്. ഞാൻ പറയുമ്പോൾ ഇവിടെ കുറേ കമ്മലിൻ്റെ കടയുണ്ട്. ചാക്കുപ്പ എന്തെന്ന് കാണണം ഗൈസ്. ദാണ്ട് ഈ പ്രതിമയുടെ കൂട്ടത്തിൽ കയറി എടുത്ത് നിൽപ്പുണ്ട് ഇവിടെ. എന്നീ വരുന്നില്ല, വാടാ കുപ്പി. ആ പേടിച്ചു പോയി ഫോൺ അടിച്ചിട്ട്. വണ്ടി ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കാണിക്കാൻ. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.